നമസ്തേ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. വളരെ സന്തോഷം കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാരണം നമ്മുടെ അധ്യാപകരൊക്കെ നമ്മെ പഠിപ്പിച്ചവരൊക്കെ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. അതുപോലെയാണ് എന്നെ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരും. അപ്പോൾ ഇന്നൊരു വലിയൊരു സന്തോഷം കാണാനിടയായി. കാരണം വേറൊന്നുമല്ല, നമ്മുടെ 2024 രാംധാരി സിംഗ് ദിൻകറിൻ്റെ സാഹിത്യ സേവാ സമ്മാൻ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് എൻ്റെ ടീച്ചറാണ്. അതായത് പഴശ്ശിരാജ NSS കോളേജിലെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടുള്ള ഡോക്ടർ ലേഖജിയാണ് 2024 ദിൻകറിൻ്റെ സാഹിത്യ സേവാ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത്. അത് വളരെ സന്തോഷമുണ്ട്. കാരണം 175ഓളം എൻട്രികളിൽ നിന്ന് ലേഖജിക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. സ്വദേശത്തും വിദേശത്തു നിന്നുമായിട്ട് ഒരുപാട് എൻട്രികൾ വന്നിട്ട് അതിൽ നിന്ന് ലേഖജിയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവന അധ്യാപനത്തോടൊപ്പം സാഹിത്യത്തിലും ഹിന്ദി പ്രചാർ പ്രസാർക്കിലെ അത്രയും സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഹിന്ദിയോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും രാജ്യത്തോടുള്ള സ്നേഹവും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ലേഖജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ നല്ലൊരു വ്യക്തിയാണ്. പിന്നെ പഴശ്ശിരാജ NSS കോളേജിൻ്റെ ഹിന്ദി വിഭാഗത്തിൻ്റെ അമരക്കാരിയാണ്. പിന്നെ അസിസ്റ്റൻ്റ് പ്രിൻസിപ്പൽ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഈ സമ്മാനത്തിന് അർഹയാണ് എന്നുള്ളത് നമുക്കറിയാം. പഠിപ്പിച്ച എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ്. അത്രമേൽ സ്നേഹമുള്ള ഒരു ടീച്ചറാണ്. പിന്നെന്താ പറയേണ്ടത്, വളരെ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. PM റാവു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ഭാരതീയ നാരി സമ്മാൻ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചറുടെ കഴിവൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ അവസരത്തിൽ എൻ്റെ വക ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വളരെ സന്തോഷമുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് JLT എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും കേരള ഹിന്ദി സാഹിത്യം വരുമ്പോൾ നമുക്ക് അതിലൊരു കയ്യൊപ്പായിട്ട് അതിലൊരു വ്യക്തിയായിട്ട് നമ്മുടെ ലേഖജിയും വന്നതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. എൻ്റെ ലേഖജിയും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇനി വരുന്ന എക്സാമിനൊക്കെ ഒരു ചോദ്യം നമ്മുടെ ലേഖജിയെ സംബന്ധിച്ചും വരാൻ ചാൻസ് ഉണ്ട് എന്നത് ഒരു യഥാർത്ഥ വസ്തുതയാണ്. അപ്പോൾ ലേഖജിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.